നമസ്കാരം. ഇന്ന് ഞാൻ മറ്റൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അങ്കണവാടിയിൽ കുഞ്ഞുങ്ങളെ നല്ല നല്ല ശീലങ്ങൾ പഠിപ്പിക്കാറുണ്ടല്ലേ. ഉദാഹരണത്തിന് നഖം കടിക്കാതിരിക്കുക, മൂക്കിൽ വിരൽ ഇടാതിരിക്കുക, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ മറ്റുള്ളവരുടെ ദേഹത്ത് വീഴാതിരിക്കാൻ കൈകൾ മറച്ചു പിടിക്കണം. അതുപോലെ തന്നെ കഞ്ഞി കുടിക്കാൻ പോകുമ്പം കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ലൈൻ നിർത്തി ലൈനായിട്ട് കൊണ്ടുപോയി കൈ കഴുകിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഇരുത്തുന്നു. അതുപോലെ നമ്മൾ ഈ ആശുപത്രിയും രോഗങ്ങളും എന്നുള്ള തീമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചീട്ടെഴുതാനും ചീട്ടെഴുതുന്നിടത്ത് ക്യൂ നിൽക്കാനും ഡോക്ടറെ കാണാൻ ക്യൂ നിൽക്കാനും ഒക്കെ നമ്മളങ്ങനെ ഊഴം കാത്തു നിൽക്കാനും അതിനുള്ള ക്ഷമയും മര്യാദയും ഒക്കെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാറുണ്ട് അല്ലേ. അതുപോലെ ഈ അടുത്തിടയിലൊരു സംഭവം ഉണ്ടായി. വലിയ മുതിർന്നവരിൽ നിന്നാണ് അങ്ങനെയുള്ള മര്യാദകൾ പലപ്പോഴും കിട്ടാത്തതും കാണിക്കാത്തതും മുതിർന്നവരാണ്. ഈയിടെ ഒരു മഴക്കാലത്ത് ഒരു കൊച്ചും അച്ഛനും അമ്മയും അവർ നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് സ്കൂട്ടറിൽ പോവുകയായിരുന്നു. അപ്പോൾ ഒരു കാർ അവരെ കടന്നു പോയപ്പോൾ കാറ് ചീറിപ്പാഞ്ഞു പോയി. റോഡിലുണ്ടായിരുന്ന ചെള്ളവെള്ളം മുഴുവനും അവരുടെ ദേഹത്ത് വീണ് ആകെ നനഞ്ഞ് കൊച്ചുൾപ്പെടെ ആകെ നനഞ്ഞു പോയി. അപ്പോൾ അവർ കാറിൻ്റെ പുറകെ ചെന്ന് ഇതെന്തൊരു മര്യാദയാണ് കാണിച്ചതെന്ന് ചോദിച്ചപ്പം ഞാൻ റോഡിൽ കൂടി വണ്ടി ഓടിച്ചു, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. നേരെ ആ പുള്ളി റോഡിൽ കൂടെ വണ്ടി ഓടിച്ചതേ ഉള്ളൂ. പലപ്പോഴും എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. സ്കൂട്ടറിൽ ഞങ്ങൾ ഒരിക്കൽ വെള്ള ഡ്രസ്സിട്ട് പോകുമ്പം ചീറിപ്പാഞ്ഞ് കാറ് അവർ നമ്മളെ നല്ല രീതിക്ക് നോക്കിയിട്ട് കൂടിയാണ്, അത് മനഃപൂർവ്വമാണെന്ന് നമുക്ക് മനസ്സിലാകും. അതേ രീതിയിൽ ചെള്ളയൊക്കെ തെറിപ്പിച്ച് പോകുന്ന കാറിപ്പം എല്ലാവരും കാറിൽ പോകുന്നവരൊന്ന് ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഇപ്പം ഒരേ സമയം കാർ വാങ്ങിക്കാൻ പറ്റിയെന്നോ കാറിൽ സഞ്ചരിക്കാൻ പറ്റിയെന്നോ വരില്ല. അപ്പം നിങ്ങൾ വഴിയാത്രക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. സ്കൂട്ടറോ സൈക്കിളിലോ ഒക്കെ യാത്ര ചെയ്യുന്നവരെ നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാറില്ല. അത് വളരെ മര്യാദകേടാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ യാദൃശ്ചികമായോ അബദ്ധങ്ങളോ ഒക്കെ പറ്റട്ടെ, അത് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇനിയെങ്കിലും ഇത്രയും നാളൊക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ ദേഹത്ത് ചെള്ളയും വെള്ളമൊക്കെ തെറിപ്പിച്ചതൊക്കെ രസമായിട്ട് തോന്നിയെങ്കിലും അത് അവരെ ചെള്ളയും വെള്ളമൊക്കെ വീഴുന്നവരെ ഒരുപാട് വർഷങ്ങളോളം അവരുടെ മനസ്സിൽ അതൊരു പ്രയാസമായിട്ട് കിടക്കും. കാരണം അവരെത്ര ഉള്ള ഡ്രസ്സിൽ നല്ല വൃത്തിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം നിങ്ങളെ പോലെ കാറൊക്കെ ഉള്ളവർ വെള്ളത്തിൽ ചെള്ളയിലൊക്കെ കുളിപ്പിച്ച് അവരെ അങ്ങനെ പോകുന്നത് ഒരു മര്യാദകേടാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പം ചെറുപ്പത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ അമ്മമാരൊക്കെ വീട്ടിലുള്ളവരൊക്കെ നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ, അപ്പം ഇതൊക്കെ ഒരു കഥ പോലെയാണെങ്കിലും ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് വലുതാവുമ്പോൾ അവരുടെ മനസ്സിലതുണ്ടാവും. അപ്പം അങ്ങനെ നല്ല ശീലങ്ങൾ ഇനിയുള്ള കുട്ടികളെങ്കിലും നല്ല ശീലങ്ങൾ ശീലിച്ച് വളരട്ടെ. അതുകൊണ്ട് അമ്മമാരായാലും അംഗനവാടി ടീച്ചർമാരായാലും നല്ല ശീലങ്ങൾ വീണ്ടും വീണ്ടും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.